കാട്ടാക്കടയിൽ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിന്റെ മൊബൈൽ സേവനം ആരംഭിച്ചു. തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന്റെ നേതൃത്വത്തിലുള്ള മൊബൈൽ പാസ്പോർട്ട് സേവാ കേന്ദ്രം കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തനം തുടങ്ങി. കാട്ടാക്കട പൊന്നണ LP സ്കൂൾ അങ്കണത്തിലാണ് ഈ സേവനം ഒരുക്കിയിരിക്കുന്നത്. പാസ്പോർട്ട് അപേക്ഷകൾ സമർപ്പിക്കുന്നതിനും പുതുക്കുന്നതിനും ആവശ്യമായ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മൊബൈൽ സേവ വാൻ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ പാസ്പോർട്ടിനായുള്ള ബയോമെട്രിക് വിവരശേഖരണം, ഫോട്ടോ എടുക്കൽ തുടങ്ങി അപേക്ഷ നടപടികൾക്ക് ആവശ്യമായ എല്ലാ പ്രക്രിയകളും ഈ മൊബൈൽ യൂണിറ്റിലൂടെ ഒരേ സ്ഥലത്ത് പൂർത്തീകരിക്കാൻ സാധിക്കും. അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിച്ചവർക്ക് കാട്ടാക്കട പൊന്നണ സ്കൂളിലെ ഈ സേവന കേന്ദ്രത്തിൽ ലഭ്യമായ സ്ലോട്ടുകൾ പ്രയോജനപ്പെടുത്താം. ഇന്ന് രാവിലെ ഉദ്ഘാടനം ചെയ്ത സേവനം വരും ദിവസങ്ങളിലും തുടരും. ഇന്നു മുതൽ 3 ദിവസത്തേക്ക് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം വരെയാണ് പ്രവർത്തന സമയം. പാസ്പോർട്ട് എടുക്കുന്നതും പുതുക്കലുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റവും വേഗത്തിൽ ജനങ്ങൾക്ക് സാധ്യമാക്കുക എന്നതാണ് ലക്ഷ്യം. പുതിയ പാസ്പോർട്ട് എടുക്കുന്നതിന് ബയോമെട്രിക് സംവിധാനം, ഫോട്ടോ എടുക്കൽ, അങ്ങനെ നിരവധി പ്രക്രിയകൾ ഒരേ സ്ഥലത്ത് ഈ മൊബൈൽ വാനിലൂടെ ആൾക്കാർക്ക് സാധ്യമാകും. ഇന്നും നാളെയും മറ്റന്നാളുമാണ് ഈ ഒരു സേവനം ലഭ്യമാവുക. അക്ഷയ കേന്ദ്രങ്ങളിൽ നമുക്ക് ഓൺലൈൻ അപേക്ഷിച്ചവർക്ക് തൊട്ടടുത്ത സ്ലോട്ടായ നമ്മുടെ കാട്ടാക്കട പഞ്ചായത്തിൻ്റെ പൊന്നറ സ്കൂൾ ലഭ്യമാകും. അപ്പോൾ ഇവിടെ വന്ന് ഈ ഒരു സേവനം പരമാവധി ജനങ്ങൾക്ക് പ്രയോജനകരമാകണം എന്നാണ് കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ രാവിലെയാണ് ഇതിൻ്റെ ഉദ്ഘാടനം നടന്നത്. ഇന്നും നാളെയും മറ്റന്നാളും ഈ ഒരു മൊബൈൽ വാൻ ഇവിടെ തന്നെ ഉണ്ടാകും. അക്ഷയയിൽ രജിസ്റ്റർ ചെയ്ത ആൾക്കാർക്ക് ഇവിടെ വന്ന് എല്ലാ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ഈ വാനിനുള്ളിൽ വെച്ച് തന്നെ പൂർത്തിയാക്കാൻ സാധിക്കും. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം വരെ ഉണ്ടാകും. പ്രദേശവാസികൾക്ക് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ ലഭ്യമാക്കാൻ ഈ സംവിധാനം സഹായിക്കും. GTV ന്യൂസ്, കാട്ടാക്കട.